ജാസ്മിനെ വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ പോവുകയാണ്. ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ അസോൾട്ട് നോട്ട് അലൗഡ്, ദിസ് ഈസ് എ ബിഗ് ബോസ് ഹൗസ്. സോ അത് നമ്മളെ എല്ലാവരും ഇംഗ്ലീഷൊക്കെ പറഞ്ഞില്ല. സോ നമ്മളൊരു കാരണവശാലും ബിഗ് ബോസ് ഹൗസിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് കൈ പൊക്കിയോ അല്ലെങ്കിൽ ഒരാളെ ഉപദ്രവിച്ചൊന്നും ചെയ്യാൻ പാടില്ല. ഇതിലൊരു ക്ലിപ്പ് വന്നിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്സര കളിക്ക് തമാശയ്ക്ക് ജാസ്മിൻ്റെ കവാലക്കൂറ്റിയിൽ ഇങ്ങനെ അടിച്ചങ്ങ് വിടുന്നുണ്ട്. മീൻസ് ചെറുതായിട്ട് ഇങ്ങനെ തലോടി വിടുന്നുണ്ട്. അത് തമാശയ്ക്ക് അടിച്ചാണ്. ഇവർ തമ്മിലൊരു ഫൺ ടാസ്കുകൾ ചെയ്ത് അങ്ങനെ ചെയ്താണ്. ഇതിന് ശേഷം ഇവർ തമ്മിലൊരു വാക്ക് തർക്കത്തിൽ ഏർപ്പെടുന്നുണ്ട്. അത് നല്ല രീതിയിൽ വാക്ക് തർക്കമാണ്. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കണ്ടുകൊണ്ടിരിക്കുന്നത് അർജുനല്ല അഭിഷേക്, മുടിയൻ, അതുപോലെ തന്നെ നോറ. ഇവർ 3 പേര് ചിപ്സ് കഴിച്ചിട്ട് ഈ ഫൈറ്റിനെ അവർ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് ലൈവ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അതുപോലെ ഇവർ പരസ്പരം ലൈവ് അടി കണ്ടുകൊണ്ട് അതിലൊന്നും ഏർപ്പെടാതെ ഇവർ ഈ അടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ജാസ്മിൻ്റെ കയ്യോ എന്തോ ഇവരെ അപ്സര ദേഹത്ത് ജസ്റ്റ് ഒന്ന് അടിക്കുകയാണ് എന്നാണ് പുറത്തു നിന്നുള്ള റിപ്പോർട്ട്. എന്ന് വെച്ചാൽ ജാസ്മിൻ അപ്സര അടിക്കുന്നുണ്ടെന്നാണ് കാണിക്കുന്നത്. ഇങ്ങനെ അടിക്കുന്നതിനോടൊപ്പം തന്നെ അത് നേരെ ബിഗ് ബോസ് വിളിക്കുകയും ചെയ്ത് കൺസൾട്ട് റൂമിൽ വിളിക്കുകയും ചെയ്ത് നേരെ ജാസ്മിനെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ പോകുന്നത് എന്നാണ് ഒരു ന്യൂസ് വന്നിട്ടുള്ളത്. അത് എത്രത്തോളം സത്യമുണ്ടെന്ന് അറിഞ്ഞൂടാ. പക്ഷേ ഇത് 2 ക്ലിപ്പ് ഞാൻ ലൈവിൽ കണ്ടതാണ്. പിന്നെ ഇവിടെ ഇടിയും മിന്നലും മഴയുണ്ട്, ഒന്നും TV വയ്ക്കാൻ പറ്റുന്നില്ല. ഞാൻ കണ്ട ക്ലിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്സര അടിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇവർ തമ്മിലൊരു വാക്ക് തർക്കത്തിൽ ഏർപ്പെടുന്നുണ്ട്. അതിനുശേഷം എന്താ പറയുക, വാക്ക് തർക്കത്തിൽ ഏർപ്പെട്ടതിന് ശേഷം നല്ല രീതിയിലൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്. നല്ല രീതിയിൽ ഫൈറ്റ്. അപ്പോൾ ഇവരാരും തന്നെ പിടിച്ച് മാറ്റണമെന്നും പോകുന്നില്ല. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഈ റോക്കിയും സിജുവും തമ്മിലൊരു ഇടിയുണ്ടല്ലോ. ഈ ഇടിയിലും ഇവർ തമ്മിൽ ഇടിക്കൂ എന്ന് ചോദിക്കും. ഇവരെല്ലാവരും മാറി നിൽക്കുന്ന കാഴ്ചയാണ്. കാര്യം ഇടിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കും. പക്ഷേ അവർ ഇടിച്ചപ്പോഴാണ് എല്ലാം കൂടെ ഓടി നിന്നിട്ട് തലേ കൈ വെച്ചു, അയ്യോ ഇടിച്ച്. പക്ഷേ അപ്പോഴും സിജോ പറയുന്നു റോക്കിയെ തിരിച്ചു കൊണ്ടുവരും, എനിക്ക് യാതൊരു തരത്തിലുള്ള വിഷയമോ കാര്യങ്ങളൊന്നുമില്ല. കാര്യം ഇത് നമ്മളൊരു ഗെയിം, പാർട്ട് ഓഫ് ദ ഗെയിം, അങ്ങനെ നിൽക്കുക. പക്ഷേ ബിഗ് ബോസ് റൂൾസിൽ 58 റൂൾസ് പ്രകാരം ഇതിൽ അടിക്കാൻ പാടില്ല. കൈ നോക്കി കഴിഞ്ഞാൽ വീട്ടിലേക്ക് പറഞ്ഞു വിടും, അത് ഉറപ്പാണ്. അപ്പോൾ അങ്ങനെയാണ് റോക്കിയെ പറഞ്ഞു വിട്ടത്. റോക്കിക്ക് തിരിച്ചു വരാൻ പറ്റുമോ എന്ന് ഒരുപാട് പേര് ചോദിച്ചു. റോക്കിക്ക് തിരിച്ചു വരാൻ പറ്റുന്ന ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ 100ാം ദിവസത്തിൽ ലാലേട്ട എല്ലാവരും കൂടെ വന്നിട്ട് ലാസ്റ്റ് കപ്പ് കൊടുക്കുന്ന ദിവസം റോക്കിക്ക് വരാം. റോക്കിക്ക് വന്നേ പറ്റൂ, റോക്കി വരാതിരിക്കാൻ പറ്റില്ല. കാര്യം എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നൊരു കാര്യമാണ്. സോ അതുപോലെയാണ് ഇപ്പോൾ നമ്മുടെ ജാസ്മിനും അപ്സരയും തമ്മിലുള്ളൊരു ഇഷ്യൂ. അത് എന്തായാലും ഇന്ന് രാത്രി നിങ്ങൾക്ക് അറിയാൻ പറ്റും. രാത്രി 9:30 എന്തായാലും TV ഇട്ടേ പറ്റൂ. നിങ്ങളെ അതിൽ പ്രൊമോയിൽ കാണിക്കുന്നതായിരിക്കും. എനിക്ക് തോന്നുന്നു ലാലേട്ടൻ വരും മുന്നേ പറഞ്ഞുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതല്ലെങ്കിൽ അതൊരു പറഞ്ഞ് തീർക്കുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം അതൊരു നല്ലൊരു ഫൈറ്റിൽ എന്ന് വെച്ചാൽ വാക്ക് തർക്കത്തിൽ ഏർപ്പെട്ടതിന് ശേഷമാണ് ഒരു ഫൈറ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ആ മിക്കവാറും വീട്ടിൽ പറഞ്ഞുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മേ ബി ചാൻസ് വളരെ കുറവാണ്. അവിടെ നിർത്താൻ ചാൻസ് വളരെ കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ നിർത്താനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുപോലെ തന്നെയാണ് എൻ്റെ ഒരു ചാനലിൽ മാത്രമല്ല ഒരുപാട് ചാനലിൽ ഞാൻ കണ്ടായിരുന്നു. ഒരുപാട് പേര് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഇതുപോലെ ജാസ്മിൻ അപ്സരയെ അടിച്ചു, അങ്ങനെ ജാസ്മിനെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പോവുകയാണ്. അങ്ങനെ ഒരു ന്യൂസ് നല്ല രീതിയിൽ സ്പ്രെഡ് ആവുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം സത്യമുണ്ട്, അതിൽ എത്രത്തോളം നന്മയുണ്ട്, അതിൽ എത്രത്തോളം വെള്ളം ചേർക്കാതെ പാല് ചേർക്കാതെ സത്യസന്ധത പറയുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇന്ന് രാത്രി 9:30 വരെ കാത്തിരിക്കണം. ഇന്ന് രാത്രി 9:30ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 9:00 ശേഷം 10:00 വരെ കാത്തിരിക്കും. 10:00ക്കാണ് പ്രൊമോ വരുന്നത്. ഈ പ്രൊമോയിൽ എന്തായാലും കാണിക്കും. ഒന്നുകിൽ ലാലേട്ടന് മുന്നിൽ വെച്ചായിരിക്കും പറഞ്ഞു വിടുന്നത്, ഇല്ലെങ്കിൽ അല്ലാതെ പറഞ്ഞു വിടും. സോ ഗൈസ്, എന്തായാലും ഇന്നത്തെ ദിവസം നമുക്ക് കറക്റ്റ് മനസ്സിലാവും ഇവർ തമ്മിൽ ഫിസിക്കൽ അസോൾട്ട് ഉണ്ടായിട്ടുണ്ടോ, ജാസ്മിനെ പുറത്താക്കുമോ ഇല്ലേ എന്ന് കറക്റ്റ് ഒരു പോയിന്റ് ഇന്ന് തന്നെ നമുക്ക് എന്തായാലും അറിയാൻ പറ്റും. ഇത് അല്ലാതെ സ്പ്രെഡ് ചെയ്യുന്നൊരു ഫേക്ക് ന്യൂസാണോ എന്താണ് ഇത് ഞാൻ പറയുന്നതല്ല, എനിക്ക് കിട്ടിയ ന്യൂസിൽ കിട്ടിയത് ഞാൻ പറയുന്നതാണ്. ഇത് ഫേക്ക് ന്യൂസാണോ എന്താണോ എന്ന് നമുക്ക് എന്തായാലും ഇന്ന് രാത്രി 10:30 അറിയാൻ പറ്റും. ജാസ്മിനെ പറഞ്ഞു വിടുമോ, ജാസ്മിൻ ഫിസിക്കൽ അസോൾട്ട് ചെയ്തു, അപ്സരയ്ക്ക് നേരെ ചെയ്തു, എന്താണെന്നുള്ള കറക്റ്റ് റിവ്യൂവിന് കറക്റ്റ് പോയിന്റ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇന്ന് രാത്രി 10:30 വരെ കാത്തിരുന്നേ പറ്റൂ. സോ ഗൈസ്, ജാസ്മിൻ ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കണം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സോ ഗൈസ്, നിങ്ങളിനി ഒരിക്കലും നമ്മളിപ്പോൾ ആരുടെ ഫാൻസ് ആണെങ്കിൽ പോലും ഒരു കാരണവശാലും കൈ വാങ്ങാൻ പാടില്ല. കാര്യം ഒരുപാട് പേരൊക്കെ വീട്ടിലുള്ള ബന്ധുക്കൾ, സുഹൃത്തുക്കളെല്ലാം കാണുന്ന ഒരു വലിയ TV ഷോയാണ്. കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൈ വാങ്ങിയ ഭയങ്കര വിഷയമാണ്. സോ അങ്ങനെയാണ് റോക്കി പുറത്തിറങ്ങിയിട്ട് ഒരു ബന്ധുവിൽ എന്തൊക്കെ കീഴ് വിളിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇന്ന് രാത്രി ഒരു 10:30 വരെ കാത്തിരിക്കാം. സോ ഗൈസ്, AR ആകാശിൻ്റെ നെക്സ്റ്റ് വീഡിയോ കാണുമ്പോഴേക്ക് ബൈ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. ജാസ്മിൻ നിൽക്കുമോ പോകുമോ ഇല്ലയോ, രാത്രി 10:30 വരെ കാത്തിരിക്കുക. സോ ഗൈസ്, നെക്സ്റ്റ് വീഡിയോ കാണുമ്പോഴേക്ക് ബൈ. സൂ.